ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഫിഷ് ഗ്രേവിയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടെ കിട്ടുന്ന കൊതിപ്പിക്കുന്ന മണമുള്ളൊരു അടിപൊളി ഫിഷ് ഗ്രേവി ഉണ്ട്. ആ ഒരു ഫിഷ് ഗ്രേവി അതേ രുചിയോട് കൂടി തന്നെ നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി ഫിഷ് ഗ്രേവി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും 3 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫിഷ് ഗ്രേവി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ 3/4 കിലോ വരുന്ന കിങ് ഫിഷ് ആണ് എടുത്തിട്ടുള്ളത്, അതായത് അയക്കൂറ. ആദ്യം നമുക്ക് ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലുള്ള വലിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചെടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി കയ്യിലില്ലെങ്കിൽ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫിഷ് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഫിഷ് ഇവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മുടെ ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷ് ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള വലിയ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പലതരം ഫിഷ് ഗ്രേവികൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫിഷ് ഗ്രേവിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. ചോറിലേക്ക് മാത്രമല്ല, ഇത് പൊറോട്ടയിലേക്കും അതുപോലെ തന്നെ ചപ്പാത്തി, പുട്ട്, ഇതിലേക്കെല്ലാം അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ അതേ അളവിൽ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ പച്ച മണം ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കൊതിപ്പിക്കുന്ന മണമുള്ളൊരു ഫിഷ് ഗ്രേവി ഉണ്ട്. അതിൻ്റെ റെസിപ്പിയാണിത്. വീണ്ടും നമ്മൾ 2 മിനിറ്റ് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണമൊക്കെ മാറി നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ മിക്സ് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വീണ്ടും നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാം. പാന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഓരോ ഫിഷായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ. ഫിഷ് ഓവർ ഫ്രൈ ആവേണ്ട, പകുതി മാത്രം ഒന്ന് കുക്കായാൽ മതി. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ഫിഷ് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫിഷ് നമ്മൾ മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്നും പകുതി ഭാഗവും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ബാക്കി വന്ന ഈ ഓയിലിലാണ് നമ്മൾ ഇനി ഗ്രേവി തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയുടെ ജ്യൂസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്.
പുളിവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ചധികം വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പാന് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ ഫിഷ് ഗ്രേവി 3 മിനിറ്റ് അടച്ചു വെച്ച് 3 മിനിറ്റ് തുറന്ന് വെച്ചിട്ടുമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഓയിലെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി കൊതിപ്പിക്കുന്ന മണമുള്ള ഫിഷ് ഗ്രേവി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.